അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതിയ ഇടതുചിന്തകൻ MP പരമേശ്വരൻ അന്തരിച്ചു. വിടവാങ്ങുന്നത് കേരളം ആദരിക്കുന്ന ജനകീയ ശാസ്ത്ര പ്രചാരകൻ. അന്ത്യം 93-ാം വയസ്സിൽ തൃശ്ശൂരിലെ വീട്ടിൽ. മലയാളിയുടെ അഭിമാനമായ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഉപജ്ഞാതാവ്. പൊതുരംഗത്തിറങ്ങിയത് ബാർക്കിലെ ശാസ്ത്രജ്ഞ ജോലി രാജിവെച്ച്. CPM പുറത്താക്കിയത് 4-ാം ലോക സിദ്ധാന്തത്തിൻ്റെ പേരിൽ. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം ഇനി കേരളം. ബഹളത്തിനിടെ ചർച്ചയില്ലാതെ ബില്ല് ലോക്സഭ പാസാക്കി. അമിത്ഷാ ഇന്നും സഭയിലെത്തിയില്ല. പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതി വിധി ഒക്ടോബറിലെന്ന് സൂചന നൽകി ചീഫ് ജസ്റ്റിസ്. ബോധ്ഗയ കേസ് പരിഗണിക്കുന്നതിനിടെ പരാമർശം. വിധി പറയുക 9-അംഗ ഭരണഘടനാ ബെഞ്ച്. പ്രിയദർശിനി പദ്ധതിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ജീവനക്കാർക്കെതിരെ നടപടി വരും. തിരുവനന്തപുരം വെള്ളറട KSRTC ഡിപ്പോയിലെ 7 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ. ബാനറുകളും പ്രചാരണ ബോർഡുകളും സ്ഥാപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ നടപടി. LP-ST ഉദ്യോഗാർത്ഥികൾ നടത്തി വന്നിരുന്ന നിരാഹാര സമരം പിൻവലിച്ചു. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരും. സമരക്കാരോട് തുടർന്ന സമീപനമെന്ന് മന്ത്രി. PSCക്ക് ആശ്വാസം. ആസൂത്രണ ബോർഡ് പരീക്ഷാ ഉത്തരക്കടലാസ് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന് സ്റ്റേ. ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്തത്. 1 മാസത്തേക്ക് തീരുമാനം. മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളി. മുൻ കായിക മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. സ്പോൺസറെ തിരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമില്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നതെന്നും കണ്ടെത്തൽ. അർജുൻ ആയങ്കി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. കോതമംഗലം SHIOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതം. കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിലെത്തിച്ച സുഹൃത്ത് രാഹുലിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. സൈബർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി TG മോഹൻദാസ്. മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് കോടതി. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ പരാജയം. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന്റെ കാരണം റിമാൻഡ് റിപ്പോർട്ടിലില്ല. പോലീസിന്റേത് അനുമാനങ്ങൾ മാത്രമെന്നും ACJM കോടതി. ബസിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമത്തിന് മുൻമന്ത്രി ശിവൻകുട്ടിയുടെ ഗൺമാന് സസ്പെൻഷൻ. പ്രജീഷിനെതിരെ നടപടി. പെൺകുട്ടി നൽകിയ പരാതി ഒതുക്കി തീർക്കാൻ ഉന്നത രാഷ്ട്രീയ ഇടപെടലുകൾ. വീഡിയോ സഹിതം തെളിവുണ്ടായിട്ടും നടപടിയെടുക്കാൻ വൈകി. കൊളംബിയയെ നടുക്കിയ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചത് 132 പേർ. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. രാജ്യം അഭിമുഖീകരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനം. US-നോട് ഇനി വിട്ടുവീഴ്ചയില്ലെന്ന കടുത്ത നിലപാടിലേക്ക് ഇറാൻ. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു ചർച്ചയ്ക്കുമില്ല. സൈന്യത്തെയും ഉടച്ചു വാർത്ത് മുസ്തഫ. 50 വർഷത്തിനിടെ ഇറാൻ കൊലപ്പെടുത്തിയ പ്രതിഷേധക്കാരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് അമേരിക്ക.